വെൽക്കം ടു പൈത്തൺ ബൂട്ട് ക്യാമ്പ്. ഈ ഒരു സെഷനിൽ നമ്മൾ സ്ട്രിങ്സിനെ പറ്റിയാണ് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഞാനിവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നെയിം ഈസ് ഈക്വൽ ടു ജാക്ക്. ഓക്കെ, നമുക്കത് പ്രിൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രിൻറ്റ് ഫംഗ്ഷനെ പറ്റി നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് റൺ ചെയ്യാം. സ്ട്രിങ് ഡിക്ലെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും? എനിക്ക് ഡബിൾ കോട്ട്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും, അതല്ലെങ്കിൽ എനിക്ക് സിംഗിൾ കോട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോഴും ഇത് വർക്കാവും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് ഡബിൾ കോട്ട്സിനുള്ളിൽ എനിക്ക് സിംഗിൾ കോട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലൈക്ക് ദിസ് ജാക്സ് ഐഫോൺ. ഓക്കെ, എന്നാൽ സിംഗിൾ കോട്ടിനുള്ളിൽ മറ്റൊരു സിംഗിൾ കോട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും എനിക്ക് എറർ ഉണ്ടാകും. നമുക്കിതിപ്പോൾ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ സിൻറ്റാക്സ് എറർ ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ എനിക്ക് ഈ സിംഗിൾ കോട്ടിനെ എസ്കേപ്പ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ എസ്കേപ്പ് സീക്വൻസ് ക്യാരക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്കിത് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ ഒരു സ്ലാഷാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കാം. കൂടാതെ ഇതുപോലെ തന്നെ നമുക്ക് ഒരു സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ റോക്കി, ഇതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഞാൻ പോവാണ്. ഇതിനായിട്ട് ലെങ്ത് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് len എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഞാൻ പ്രിൻറ്റ് ചെയ്യുന്നു. പ്രിൻറ്റ് ലെങ്ത്, അതായത് ഇവിടെ 1 2 3 4 5 ക്യാരക്ടേഴ്സ് ആണുള്ളത്. ആ 5 ക്യാരക്ടേഴ്സ് എന്നുള്ളതാണ് നമുക്കിവിടെ ഇതിൻ്റെ ലെങ്ത് ആയിട്ട് വന്നിരിക്കുന്നത്. അതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. len ഫംഗ്ഷനെ built-in ഫംഗ്ഷനാണ്, ഒരു പൈത്തണിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു built-in ഫംഗ്ഷനാണ്. അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ len ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം Ctrl+B അല്ലെങ്കിൽ Command+B പ്രസ് ചെയ്യുക. ആ ഫംഗ്ഷൻ ഡെഫിനേഷനിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി എൻ്റെ ലെറ്റേഴ്സിനെ ലോവർ കേസിലേക്ക് അല്ലെങ്കിൽ അപ്പർ കേസിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ലോവർ കേസ് ഈക്വൽസ് നെയിം ഡോട്ട് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രിൻറ്റ് ലോവർ. ഓക്കെ, നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും റോക്കി എന്ന ലോവർ കേസ് ലെറ്റേഴ്സിൽ വന്നിരിക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് അപ്പർ കേസും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പർ കേസ് നെയിം ഡോട്ട് അപ്പർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. അപ്പർ കേസിൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, എന്നിട്ട് ഞാനിതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. കേസ് അണ്ടർസ്കോർ നെയിം ഈക്വൽസ് നെയിം ഡോട്ട് സ്പ്ലിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് സ്പ്ലിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഹി ഈസ് എ ഡോക്ടർ എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇതിൽ ഓരോ എലമെൻറ്റും നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് അപ്പോൾ എനിക്ക് 0 1 2 3 അതായത് തേർഡ് പൊസിഷനിലുള്ള ഡോക്ടർ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് ഹിസ് നെയിം ഓഫ് 3 ഇൻഡെക്സ് പൊസിഷൻ പറഞ്ഞു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഓരോ വേർഡിൻ്റെ കൗണ്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ട്, ഒരു വലിയ ടെക്സ്റ്റ് ആണ്, മൾട്ടി ലൈൻ ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്ക് അതിലുള്ള പർട്ടിക്കുലർ വേർഡ് നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതിന് നമ്മൾ കൗണ്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. മൈ ടെക്സ്റ്റ് ഈക്വൽസ് ഹലോ. ഇവിടെ ഞാൻ മൈ ടെക്സ്റ്റ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് ഒരു ടെക്സ്റ്റ് നൽകിയിരിക്കുകയാണ്. ഇതിൽ കളർ എത്ര തവണ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. അതിനായിട്ട് ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. കളർ കൗണ്ട് ഈക്വൽസ് മൈ ടെക്സ്റ്റ് ഡോട്ട് കൗണ്ട് ഓഫ് കളർ. ഓക്കെ, print
ഓക്കെ, നമുക്കിവിടെ കാണാൻ സാധിക്കും 2 times ആണ് വന്നിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കാനും സാധിക്കും. ഫസ്റ്റ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഡെക്സ് ഈക്വൽസ് my text print first index. ഓക്കെ, 8 എന്നാണ് വന്നിരിക്കുന്നത്. ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കാം. അടുത്ത സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പഠിക്കാം.